അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് സംസാരിക്കാൻ തന്നെ വയ്യ. ചിരിച്ച് 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 വയറ് വേദന എടുക്കുന്ന എനിക്ക്. ഈ ജാതി ചിരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. ചിരിച്ചിട്ടാണ് കണ്ണിലും വെള്ളമില്ല, മൂക്കിലും വെള്ളമില്ല, എവിടെയും വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത്. നൗഷാദിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു എട്ടിന്റെ പണി നൗഷാദിന് കിട്ടിയിട്ടുണ്ടാവില്ല. ആ ജാതി പണിയാണ് ഒരു ചെറുപ്പക്കാരൻ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ആ ചെറുപ്പക്കാരനൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. പന്തം കണ്ട പെരിച്ചായി എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ ഇപ്പൊ നൗഷാദിന്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ പോരാ, ഒന്നൊന്നര കിളിയാ പോയത്. നൗഷാദിനിപ്പോ സ്വപ്നവും വേണ്ട, CM വലിയുള്ളാഹിയും വേണ്ട, ഒന്നും വേണ്ട. 2 ലക്ഷം ഉറുപ്പ്യ നഷ്ടപ്പെടാതിരുന്നാ മതി. CM വലിയുള്ളാഹിയും വിശ്വാസമില്ല, സ്വപ്നത്തിലും വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. നമ്മളെ നൗഷാദ് വട്ടൂരിക്ക് എന്താ കാര്യം എന്നറിയോ? സ്വപ്നത്തിൽ വന്ന് CM വലിയുള്ളാഹി ആണെന്ന് പറഞ്ഞാൽ അത് CM വലിയുള്ളാഹി തന്നെയാണ് എന്നാണ് കുരുവട്ടൂരികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റാരാണെന്ന് നിങ്ങൾ സംശയിക്കേണ്ട, അത് CM വലിയുള്ളാഹി തന്നെയാണ്. ഒരഭിപ്രായ വ്യത്യാസവും വേണ്ട. അതിൽ സംശയിക്കുന്നവർ മുനാഫിക്കുകളാണ്, അതിൽ സംശയിക്കുന്നവർ വഹാബികളാണ് എന്നാണ് നൗഷാദ് പറഞ്ഞത്. ഇത് കേട്ട ഒരു ചെറുപ്പക്കാരൻ നൗഷാദിനെ വിളിച്ചു. ഇന്നലെ എന്നോട് സ്വപ്നത്തിൽ വന്ന് CM വലിയുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കടം കൊണ്ട് വലിയ പ്രയാസത്തിലായിരുന്നു, വലിയ വിഷമത്തിലായിരുന്നു, എന്നെ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചു വെക്കുകയാണ്, യാതൊരു രക്ഷയില്ല കടം വീട്ടാതെ എന്നറിഞ്ഞ CM വലിയുള്ളാഹി ആ 2 ലക്ഷം ഉറുപ്പ്യക്ക് നീ പേടിക്കേണ്ടതില്ല, നൗഷാദിനെ വിളിച്ചിട്ട് തരാൻ വേണ്ടി പറഞ്ഞാൽ മതി, നൗഷാദ് തന്നോളും എന്ന് CM വലിയുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ചെറുപ്പക്കാരൻ നൗഷാദ് വട്ടൂരിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഫോണ് വെക്കണോ അതല്ല ഇവിടുന്ന് ഓടണോ തുടർന്ന് സംസാരിക്കണോ എന്നൊന്നും തിരിയാത്ത വിധത്തിൽ പന്തം കണ്ട പെരിച്ചായിയെ പോലെ ആയി നൗഷാദ്. നൗഷാദ് സ്വന്തമായി ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ നൗഷാദ് വലിച്ചെറിഞ്ഞ്. നൗഷാദ് പറയാ, CM വലിയുള്ളാഹി ആണെന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കൂല, നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് വിശ്വാസമില്ല. ആദ്യം പറഞ്ഞ അപ്പോൾ ആരാണോ പറയുന്നത് അപ്പൊ വിശ്വസിച്ചോളന്നാ. ഇപ്പൊ പറയാം നിങ്ങൾ പറഞ്ഞാലൊന്നും വിശ്വാസമില്ല, CM വലിയുള്ളാഹി പറഞ്ഞാലൊന്നും എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് 2 ലക്ഷം ഉറുപ്പ്യ തരാനൊന്നും ഞാൻ തയ്യാറല്ല, എനിക്ക് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു നിയമവും വേണ്ട എന്നാണ് നൗഷാദ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം, എന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിശ്വാസം ഉണ്ടോ നോക്കട്ടെ, വിശ്വാസം ഉണ്ടെ തരാ, ഇല്ലെങ്കിൽ തരൂല. അപ്പൊ CM വലിയുള്ളാഹിയെ വിശ്വാസില്ലേ എന്ന് ചോദിച്ചപ്പോ നൗഷാദിട്ട് മിണ്ടാട്ടുമില്ല. ഈ ജാതി പെടല് ജീവിതത്തിൽ നൗഷാദ് പെട്ടിട്ടില്ല. ഏതായാലും നിങ്ങളൊന്ന് കേട്ടോക്കി. പോകാം വീഡിയോയിലോട്ട്. നൗഷാദ് ഉസ്താദല്ലേ? അസ്രീൻ ഉസ്താദല്ലേ? അതെ. ആ ഉസ്താദ്, ഞാൻ ചെറിയ ഉസ്താദ്, ഞാന് CM അടവൂരിനെ. ഉസ്താദ് തിരക്കിലാണോ? അതെ, പറഞ്ഞു. ഞാൻ CM അടവൂർ ഉസ്താദിനെ ഞാനേ സ്വപ്നത്തിൽ ഇപ്പൊ കണ്ടേ. ഞാനൊരു കണ്ടപ്പോ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞ് എനിക്ക് ചെറിയൊരു കട ഉണ്ട്, അപ്പൊ അതൊന്ന് വീട്ടിൽ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞു. അപ്പൊ എനിക്കൊരു 2 ലക്ഷം രൂപയോളം കട ഉണ്ട്. അപ്പൊ പറഞ്ഞപ്പോ നൗഷാദ് ഹസൻ ഉസ്താദിനോട് ചോദിക്കാൻ പറഞ്ഞിനോട്, ആള് തരും പറഞ്ഞു. ഉസ്താദ് തരുമോ? ഷെയ്ഖ് CM അടവൂർ താങ്കൾ പറഞ്ഞാണ്. ഉസ്താദ് തരുമോ? അത് ഉസ്താദിനോട് ചോദിച്ചോളാൻ പറഞ്ഞു. അത് തരും പറഞ്ഞു. സ്വപ്നം കണ്ട് എന്താ ഞാനിപ്പോ പെട്ടെന്ന് നീറ്റാണ്. അപ്പൊ ഉസ്താദിനെ വിളിച്ചപ്പോ 12:30 ആയില്ലേ. സ്ഥലം ഉസ്താദ് ഞാൻ വട്ടത്താണി, തിരൂര് വട്ടത്താണി ഉസ്താദ്. നമ്മളതിനെ കണ്ടിനോ? എന്തുസ്താദ്? നമ്മളടുത്ത് വരെ കാണാൻ എന്താ ചെയ്തിനോ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഞാനിപ്പോ ഇങ്ങനെ ഷെയ്ഖിനെ ഞാന് CM അടവൂരിനെ സ്വപ്നം കണ്ടാണ്. അപ്പൊ ഞാൻ ഭയങ്കര ഇതാണ്. ഷെയ്ഖ് എപ്പോഴും ഷെയ്ഖിന്റെ പേരിൽ യാസീനും ഇതൊക്കെ ഓതുന്ന ആളാണ്. അപ്പൊ നൗഷാദ് ഹസനിയോട് ചോദിച്ചാൽ മതി, അപ്പൊ തരും പറഞ്ഞു 2 ലക്ഷം രൂപ. ഉസ്താദ് ഞാൻ ഗൂഗിൾ പേ, ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യോ? ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യോ? നിങ്ങളൊന്ന് കാണണല്ലോ ഉസ്താദെ. നിങ്ങൾ ആദ്യം കാണണ്ടേ?
അല്ല ഷെയ്ഖ് പറഞ്ഞാണ്, CM മടവൂർ പറഞ്ഞാണ് ഉസ്താദിനോട് ചോദിച്ചാൽ മതി തരുന്ന്. അതന്നെ നേരെ കാണണം. എന്തുസ്താ? നേരെ കാണണം. നേരെ കാണല്ലോ. ഈ കടന്ന് വീട്ടിൽ ഞാൻ അങ്ങോട്ട് വരാനില്ല, ആകെ പ്രശ്നമായിട്ടിരിക്കാണ് ഉസ്താദെ. എന്താ നിങ്ങൾ പറയണ? നേരെ സംസാരിക്കണല്ലോ. ഷെയ്ഖ് പറഞ്ഞ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാണ് നിങ്ങളോട് ചോദിച്ചാൽ തരുന്നും പറഞ്ഞു എന്നോട്. അതെ, എന്നോടും പറയൂ. അതാണ് എന്നോട് പറയട്ടെ. അല്ല ഷെയ്ഖ് ഇപ്പൊ എല്ലാരോടും വന്ന് പറയോ? ഇപ്പൊ പല കാര്യങ്ങളും നമ്മള് ഇതിലെ മടവൂർ കാഫിലൊക്കെ പറയണ നിങ്ങളോടും വന്ന് പറഞ്ഞിട്ടാണോ? ഇതൊന്ന് സഹായിക്കണം നിങ്ങള്. ഷെയ്ഖ് പറഞ്ഞാണ്. അതന്നെ നിങ്ങൾ നേരിട്ട് വന്ന് പറയുന്നുണ്ട്, നമ്മൾ നോക്കാം. അല്ല ഇതൊന്നും ഇതാക്കിയാൽ എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റുള്ളൂ. ആരാണ് എന്ന് എനിക്കറിയില്ല. ഞാന് വട്ടത്താണിന്ന് അബ്ദുൽ ജബ്ബാർ വട്ടത്താണി. നിങ്ങളെ കാണണ്ട നേരത്തെ. ഞാനിന്റെ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാം. നിങ്ങളൊന്ന് കാണുന്നതിനെന്താ പ്രശ്നം? കാണുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കാശ് അയച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആകെ പ്രശ്നമാക്കിയേക്കാണ്. ഇപ്പൊ മനസ്സിലായില്ല. നിങ്ങൾ ഏതാണ് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരി, നേരെ സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഉസ്താദെ, ഞാൻ ആരാന്ന് എന്താ വേണമെങ്കിൽ ഉസ്താദിന് പറഞ്ഞുതരാം. എന്റെ ആധാർ കാർഡ് ലിങ്ക് വേണമെങ്കിൽ ഇട്ടുതരാം. ആധാർ കാർഡിന്റെ ഇത് വേണമെങ്കിൽ ഇട്ടുതരാന്ന്. അതല്ല, അതൊക്കെ മടവൂർ ഷെയ്ഖിനെ ഒരു വർത്താനം പറഞ്ഞത് നേരെ വന്ന് പറയാതത്. നേരെ ഒന്ന് പറയാല്ലേ. ഈ സ്വപ്നം ഇപ്പൊ കണ്ടപ്പോ എനിക്ക് നാട്ടിലും ആകെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നേരങ്ങളൊന്ന് കാണണ്ട ആദ്യങ്ങളെ. അത് ഞാൻ കാണും ഉസ്താദ്. ഇതൊന്ന് അയച്ചെന്നൊക്കെ വന്ന് നേരിട്ട് കണ്ട് ഉസ്താദിന്റെ കണ്ട് നേരെ സംസാരിച്ച് അടുത്ത ഇതില് നോക്കാം. അതൊക്കെ ഞാൻ ചെയ്യും ഉസ്താദ്. ഉസ്താദ് എന്നാ തരുമോ? ഞാൻ കൊണ്ട് വരാം. ഉസ്താദ് തരുമോ? ഉറപ്പായിട്ട് തരുമോ? ചതിക്കരുത്. നിങ്ങൾ വരി, എന്നിട്ട് ഞാൻ സംസാരിക്കണം, നിങ്ങളോട് ചോദിക്കണം, എന്നിട്ടല്ലേ. അല്ല എന്താണ് ഉസ്താദിന് ചോദിക്കാണ്ട് ചോദിച്ചോളൂ. ഇപ്പൊ ഉസ്താദിന് അപ്പൊ മടവൂർ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ ഉസ്താദിന് വിശ്വാസമില്ല. അതെ, നിങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് എനിക്ക് വിശ്വാസമാവണം. അല്ല മടവൂർ ഷെയ്ഖാണ് വന്ന് പറഞ്ഞതേ. മടവൂർ ഷെയ്ഖ് പറഞ്ഞു നിങ്ങളല്ലേ പറയണ്ടേ? അതെ അതെ, നിങ്ങളെ വിശ്വാസമാകണമെന്ന്. അതിനിപ്പോ എന്താ ചെയ്യണ്ടല്ലോ? എന്താ വേണ്ടി? ഞാൻ അതിനെന്താ ചെയ്യണ്ടത്? എനിക്ക് നേരങ്ങളെ കാണണം. ഞാൻ കണ്ട ഉസ്താദ് തരുമോ? അത് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുമായി സംസാരിക്കുമ്പോ അതിൽ വിശ്വസ്തത ഉണ്ടോന്ന് നോക്കണം. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഈ സംസാരിച്ച ഉസ്താദിന് എന്തെങ്കിലും വിശ്വസ്തത കുറവുണ്ടോ? എനിക്ക് അറിയില്ലല്ലോ നിങ്ങളെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മടവൂർ ഷെയ്ഖിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. മോനെ ആദ്യം വാ. അല്ല ഉസ്താദ് ഇതൊന്ന് ചോദിക്കും. മടവൂർ ഷെയ്ഖിനോടൊന്ന് ചോദിച്ചിട്ട് പിന്നോട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ നാളെ വിളിക്കാം. ഒരു 2 ലക്ഷം രൂപ തരണം ഉസ്താദ്. മടവൂർ ഷെയ്ഖ് തരാൻ പറഞ്ഞിട്ടുണ്ട്. മടവൂർ ഷെയ്ഖിനെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ തരും. പക്ഷെ പറഞ്ഞ ആള് സത്യസന്ധനാണ്. അല്ല ഉസ്താദ് മടവൂർ ഷെയ്ഖിനോട് വിളിച്ച് ചോദിച്ചു നോക്ക്. മടവൂർ ഷെയ്ഖിനോട് ആദ്യം വിളിച്ചേക്കണം. അത് ഇജ്ജ് പറഞ്ഞത് ശരിയാവണ്ടേ? ഞാൻ ശരിയാണ്. ഇന്ന വിശ്വാസമുള്ള ഷെയ്ഖിനോട് ചോദിക്ക്. എന്റെ മുന്നിൽ വന്നിട്ട് അത് ഞാൻ വരാം. ഉസ്താദ് മടവൂർ ഷെയ്ഖിനോടൊന്ന് ചോദിച്ചു നോക്ക്. ചോദിച്ചിട്ട് ഞാൻ മലപ്പുറത്തുണ്ടാവും നാളെ ഈ വന്നു. അല്ല ഉസ്താദ് ഇതൊന്ന് പറയും. മടവൂർ ഷെയ്ഖിനോടൊന്ന് ചോദിച്ചിട്ടൊന്ന് പറയും. ഞാൻ വിളിക്കാം. നാളെ എത്ര മണിക്ക് വിളിക്കണം? ഇല്ല, ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. ഒന്ന് ചോദിച്ചിട്ട് പറയോ? ഞാൻ അങ്ങോട്ട് പറഞ്ഞ കേക്കോളൂ. ഉസ്താദിനെ പറയണ ഞാൻ കേൾക്കുന്നുണ്ട്. വേറെന്തെല്ലാം പണിയുണ്ട്. നിങ്ങൾക്ക് തിരക്കുള്ള ആളാന്ന് അറിയാം. പക്ഷെ ഒരു 2 ലക്ഷം നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കും. അത് ഞാൻ കാണാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.